കേരളം ഒരു കലാപഭൂമിയായി മാറുന്നു എന്നു സംശയം. ഇന്ന് സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം, പ്രതിപക്ഷ നേതാവ് അതിന് ലീഡർഷിപ്പ് കൊടുത്തു. സെക്രട്ടേറിയറ്റിലെ സംഘടന ഉണ്ടായി, പോലീസുമായിട്ട് ഏറ്റുമുട്ടി, പോലീസ് പലരെയും ഉപദ്രവിച്ചു, തിരിച്ചടിച്ചു, കല്ലെടുത്തെറിഞ്ഞു, സ്ത്രീകളെ അപമാനിച്ചു എന്ന ആരോപണം വന്നിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ഉടുപ്പ് വലിച്ചു കീറി അവരുടെ മുടിയെ പിടിച്ച് വലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. അതൊരു സബ് ഇൻസ്പെക്ടറാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയമായ ചേരിതിരിവ് മുഖേന കേരളം കലാപഭൂമിയാകും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയും വളരെ സംയമനത്തോടു കൂടി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. പ്രതിപക്ഷങ്ങൾ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗവൺമെൻറ്റിനെതിരായി ശക്തമായ നടപടിയിലേക്ക് നീങ്ങുന്നതാണ് കാണുന്നത്. അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞു. യുവമോർച്ച ആൾക്കാരും BJPയുടെ പ്രതിനിധികളും അവരും സമരത്തിലേക്ക് പങ്കുചേരുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് പോലീസും രാഷ്ട്രീയക്കാരും യൂത്ത് കോൺഗ്രസ് തമ്മിൽ ഏറ്റുമുട്ടി. പോലീസിൻ്റെ ലാത്തി പിടിച്ചു വായിച്ച് തിരിച്ച് പോലീസിനെ അടിച്ചു. പോലീസ് പലരെയും ശക്തമായിട്ട് മർദ്ദിച്ചു, അടിച്ചു വീഴ്ത്തി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസിൽ സ്ത്രീകളെ പലരെയും അവമാനിച്ചു, പലരെ അടിച്ചു, പലരെ മർദ്ദിച്ചു എന്ന ആരോപണം വന്നു. ഏതായാലും കോഴിക്കോട് ഗവർണറുടെ അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സന്ദർശനത്തോടനുബന്ധിച്ച് SFI വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ രംഗത്ത് വന്നു. അതിശക്തമായ നടപടി അവർ സമരം നടത്തി. വാക്കുകൾ വല്ലാതെ വഴുതിപ്പോയി അവരുടെ വായിൽ നിന്ന്. ഗവർണറുടെ തന്തയ്ക്ക് വരെ വിളിച്ച പോസ്റ്ററുകൾ നമ്മൾ കണ്ടു. എന്തായാലും രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ. അതൊരു കലാപഭൂമിയായി മാറ്റരുത്. കേരളത്തിന് അങ്ങനെ ഒരു ചരിത്രമില്ല. പക്ഷേ ഇതൊരു ഒത്തുതീർപ്പിന് ആരും തയ്യാറല്ല. പ്രത്യേകിച്ച് ഭരണകക്ഷി ഭരിക്കുന്നവരാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. മുഖ്യമന്ത്രിയും പറയുന്ന വാക്കുകൾ അതിന് എതിര് പറയുമ്പം രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിയുന്നതും പരസ്പരം വൈരാഗ്യം വരുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചു തുടങ്ങി. ഇരുകൂട്ടരും സംയമനം പാലിക്കണം. ഇവിടെ രാഷ്ട്രീയമല്ല നമ്മുടെ തൊഴിൽ. രാഷ്ട്രീയം തൊഴിലാക്കി സ്വീകരിച്ച ആൾക്കാരാണ് മുഴുവൻ ഇതിനകത്ത് വന്നു വിടുന്നത്. ഇവിടുത്തെ പാവങ്ങളുടെ കാര്യം എല്ലാവരും മറന്നിരിക്കുന്നു. ഇവിടെ പഠിച്ച് ഏതെങ്കിലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കുട്ടികളെ രാഷ്ട്രീയമായി വശീകരിച്ച് രാഷ്ട്രീയക്കാരെ അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഷങ്ങളായി കേരളത്തിൽ നടക്കുകയാണ്. ഇത് നിരോധിക്കണം. ഹൈക്കോടതി എങ്കിലും ഇത് ശ്രദ്ധിച്ച് നിരോധിക്കണം. നേരത്തെ നിരോധനം ഉണ്ട് എങ്കിലും പരിപൂർണമായി കേരളത്തെ ക്യാമ്പസുകളിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനം നടത്താൻ അനുവദിക്കാൻ പാടില്ല. അതൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ നിന്ന് അവരുടെ പിണിയാടുകളെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്യാമ്പസിലെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. കുട്ടികളെ ക്യാമ്പസിൽ വരുന്ന രാഷ്ട്രീയം പഠിക്കാനോ രാഷ്ട്രീയക്കാരെ പിണിയാളായി ആകാനോ ഗുണ്ടകളാകാനോ അല്ല. അവർ തീർച്ചയായിട്ടും പഠിച്ച് കുടുംബത്തിനും നാടിനും നമ്മുടെ ഇന്ത്യക്കും അവർക്ക് പൊതുവായ ചില സേവനങ്ങൾ ചെയ്യാൻ തന്നെയാണ് തയ്യാറായിട്ടാണ് അവർ സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്നത്. അവരെ വഴിതിരിച്ചു വിടരുത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ചിന്ത സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നമുക്ക് പറിച്ചെറിയണം. ഹൈക്കോടതി ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായും രാഷ്ട്രീയക്കാർ സമ്മതിച്ചില്ലെങ്കിലും കുട്ടികളുടെയും സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്തിന് വേണ്ടി, ഇവിടെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ദയവായി ഹൈക്കോടതി ഇടപെട്ട് ഈ കോളേജുകളിലെ രാഷ്ട്രീയം പരിപൂർണമായി നിർത്തണം. കോളേജുകളിൽ രാഷ്ട്രീയപരമായി ഇലക്ഷൻ നിർത്തണം. അതൊക്കെ വലിയവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വെളിയിൽ വന്നു കഴിയുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും രാഷ്ട്രീയത്തിൽ നടക്കുന്നവരും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരും അവർ നടത്തിക്കോട്ടെ. നമ്മുടെ കുട്ടികൾ
ഈ ക്യാമ്പസിനകത്ത് മുദ്രാവാക്യം വിളിക്കാനും കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയാനും ഗവർണർക്കെതിരായിട്ട് പറയാനും തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്കെതിരായിട്ടും പറയാനല്ല. അതേസമയത്ത് പക്വതയില്ലാത്ത മന്ത്രിമാർ ധാരാളം പേരുണ്ട്, അവരും പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു കലാപഭൂമിയാണെന്ന് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായ വെല്ലുവിളികൾ നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അത് വെല്ലുവിളിക്കുന്ന നേതാക്കന്മാരുടെ പേഴ്സണൽ ബെനിഫിറ്റിനും അവരുടെ ഗുണത്തിനും അവരുടെ ജീവിതത്തിന്റെ വരുമാനം ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ചിന്ത മലയാളികളുടെ ബ്ലഡിൽ കയറി മലയാളികൾ മുഴുവൻ ആ രീതിയിലാണ് ഒരാളെ കാണുന്നത്, അയലോക്കംകാരനെ കാണുന്നത്, തൻ്റെ സഹപ്രവർത്തകരെ കാണുന്നത്, കുട്ടികൾ ഒന്നിച്ചു പഠിക്കുന്ന കുട്ടികളെ കാണുന്നത്. നമുക്ക് അതിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അത് രാഷ്ട്രീയ ചേരിതിരിഞ്ഞുള്ള അടികലശലിലേക്ക് മാറിക്കഴിഞ്ഞു. അത് നമുക്ക് പലർക്കും ജീവൻ നഷ്ടപ്പെടാം. വരും ദിവസങ്ങൾ അതിലേക്ക് പോകുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി സംയമനത്തോട് ഇതിനോട് പ്രതികരിക്കണം. കാരണം എല്ലാവരെയും വിളിച്ച് ഒരു സമാധാന ചർച്ച നടത്തി ഇതിൽ നിന്ന് എല്ലാവരെയും പിന്മാറ്റണം. രാഷ്ട്രീയമായ അടിപിടി നമുക്കിവിടെ വേണ്ട. ഇവിടെ ഭരണം നടത്തുന്നത് ഗവൺമെന്റ് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ജനങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ള വാക്കുകളാണ് വരേണ്ടത്. അതിനത് രാഷ്ട്രീയമായ ചിന്തകളോട് എതിർ വാക്കുകൾ പ്രയോഗിക്കരുത് മന്ത്രിമാരും MLA-മാരും. അതുകൊണ്ട് സമാധാനപരമായ കേരളത്തിന്റെ അന്തരീക്ഷം കൈവിട്ടു പോകരുത്. നമ്മൾ കണ്ടല്ലോ മണിപ്പൂരിലും മറ്റിടത്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ അവിടങ്ങളൊന്നും പറ്റിയിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് അവിടെ ആർക്കും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ആൾക്കാർ പരസ്പരം സഹോദരങ്ങളെ കൊന്ന് മണ്ണിനടി പൊഴുത്തുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കൈവിട്ടു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അക്രമം ഉടനെ അരങ്ങേറും എന്നാണ് എനിക്കൊരു സംശയം. കാരണം രാഷ്ട്രീയമായ ചേരിതിരിവിൻ്റെ അണികൾ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി കണ്ടു. പോലീസ് അടിച്ചാൽ തിരിച്ചടിക്കും, അവരെ ലാത്തി പിടിച്ചു വാങ്ങിച്ചടിക്കും. പോലീസ് പരിതാപകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. രാഷ്ട്രീയമായ ചിന്തയുള്ളവർ ധാരാളം പേരും പോലീസിലുണ്ട്. അവർ ഈ അനുഭവം മനസ്സിലാക്കണം. പോലീസ് ഏത് രാഷ്ട്രീയ ചിന്തയുണ്ടെങ്കിലും മനസ്സിൽ വെച്ചാൽ മതി. അതനുസരിച്ച് അവിടെ വരുന്ന അല്ലെങ്കിൽ സമരം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ വരുന്നവരോട് പെരുമാറരുത്. ആ രീതിയിലേക്ക് പോലീസ് മാറുന്നത് പോലീസിന്റെ നാശമാണ്. പോലീസിന്റെ നാശം നമ്മുടെ സമൂഹത്തിന്റെ നാശം തന്നെയാണ്. ഇവിടെ പോലീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. എല്ലാവർക്കും ആശ്രയം പോലീസാണ്. പോലീസ് സ്റ്റേഷനിൽ പോയാണ് നമ്മൾ പരിഹാരം ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായ ചില എതിർപ്പുകൾ നമുക്ക് ഉണ്ടായെങ്കിൽ തന്നെയും ഏറ്റവും ഫൈനലായിട്ട് ഇന്ത്യയുടെ ഈ നിയമ വ്യവസ്ഥ അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ പറ്റുള്ളൂ. കോടതികളിൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഉത്തരവുകൾ കിട്ടുകയുള്ളൂ, നിയമപരമായ ഉത്തരവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പോലീസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകരുത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അടിച്ചൊതുക്കാൻ പോകരുത്. പോലീസ് അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് കാണാനായിട്ടും പോലീസ് പഠിക്കണം. വേർതിരിച്ച് ചില അടികൾ നമ്മൾ കണ്ടു. രാഷ്ട്രീയ ചിന്തയോടുകൂടി സമരം ചെയ്യുന്നത്, ബാനർ ഉയർത്തുന്നവരെയും ഇറങ്ങി അടിക്കുന്ന ചില സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. അവർക്കെതിരായിട്ട് നടപടി വേണം. ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ ഒരു വനിതാ പ്രവർത്തകയെ അവരുടെ ദേഹത്തെ ഉടുപ്പുകൾ വലിച്ചു കീറി അവരെ മുടി പിടിച്ച് വലിച്ച് അവരെ അവമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതൊരു സബ് ഇൻസ്പെക്ടർ നേതൃത്വത്തിലാണ് ചെയ്തതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് പുരുഷനായാലും സ്ത്രീയായാലും ആ സ്ത്രീയെ അവമാനിച്ചതിന് തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ചിന്തയോടുകൂടി പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അവമാനിക്കത്തക്ക രീതിയിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അത് സംരക്ഷിക്കപ്പെടുകയില്ല. അതിന് തീർച്ചയായിട്ടും അവർക്ക് പ്രതികാരം ഉണ്ടാവും. ചിലർ ക്ഷമിക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ യൂണിഫോം പറ്റിയ സാധാരണക്കാരെന്ന് മനസ്സിലാക്കിക്കണം. അങ്ങനെയുള്ള രാഷ്ട്രീയ ചിന്തയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിലായാലും ശരി, ഏത് സെക്യൂരിറ്റി വിങ്ങിലായാലും ശരി, പ്രവർത്തിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. തിരിച്ചടി ഉണ്ടാവും. നമുക്കറിയാം, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാവങ്ങളായ ചില ആൾക്കാരെ ഉപദ്രവിച്ചത് സമൂഹം ക്ഷമിക്കില്ല. ഒരാളുടെ കഴുത്തിന് ഒരു ഓഫീസർ കൈകൊണ്ടിട്ട് ഞെക്കി അയാളെ കൊല്ലാൻ പോയി. അയാൾ ശ്വാസം മുട്ടി, അയാൾ വിളിച്ച് കരഞ്ഞു. അയാൾ ആ പിടുത്തം കൊണ്ട് അയാൾക്ക് ശ്വാസതടസ്സം ഉണ്ടായി കൊല്ലപ്പെട്ടെങ്കിൽ ആ പോലീസിനും തന്നെ അവമാനമാവും. ആ പോലീസ് ഉദ്യോഗസ്ഥ കേസിൽ പ്രതിയാവും. എന്തായാലും അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ഉണ്ടാവുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ അയാൾക്കെതിരായിട്ട് കേസുണ്ടാവും. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനായ ഒരാളെ മർദ്ദിക്കുന്നതിന് പുറത്ത് ചവിട്ടുന്നത് നാം കണ്ടു. തീർച്ചയായിട്ടും അതിനും കേസെടുക്കണം.
മുഖ്യമന്ത്രിയുടെ ഗൺമാനും സെക്യൂരിറ്റിക്കാരുമാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വാട്ടിക്കൊണ്ട് ഒതുങ്ങി നിന്ന, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി ഒതുക്കി നിർത്തിയ സമരക്കാരെ തച്ചുടയ്ക്കുന്നതെന്ന് കാണിച്ച് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ പോലീസ് ചെയ്യരുത്. പോലീസിനകത്ത് നടപടി ഉണ്ടാവും. നിങ്ങൾക്കും കുടുംബങ്ങളുണ്ടാവും. നിങ്ങൾ റിട്ടയർ ചെയ്താലും നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തികളിൽ നിന്ന് മാറണം. ദൃശ്യങ്ങൾ നിങ്ങളുടെ പുറകെ അവർ തൊട്ടു പുറകെ ഉണ്ട്. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ഒപ്പിയെടുത്ത് സമൂഹത്തിലേക്ക് അവർ വിതരണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് സംയമനം പാലിക്കുക. പോലീസ് കഴിവുള്ളിടത്തോളം സംയമനം പാലിക്കുക. മർദ്ദിക്കുന്നത് ഒഴിവാക്കുക. രാഷ്ട്രീയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യരുത്.